മണിപ്പൂരിലെ കലാപം അവസാനിപ്പിക്കാൻ ഒരു ധൃതിയും കാണിക്കാത്ത കേന്ദ്ര സർക്കാർ പക്ഷേ ഒരു ബില്ല് കൊണ്ടുവരാൻ അനാവശ്യമായ ധൃതി കാണിച്ചു. വഖഫ് ബില്ല്, അതായത് വഖഫ് സ്വത്തുക്കളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ വറുതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ബില്ലാണത്. അതിനൊരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി വെച്ചു. അവിടെ പ്രതിപക്ഷ അംഗങ്ങളുണ്ടായിരുന്നു. ആ അംഗങ്ങൾ 44 ഭേദഗതികൾ നിർദ്ദേശിച്ചു. പക്ഷേ എല്ലാ ഭേദഗതികളും തള്ളുകയും ചെയ്തു. ഭരണപക്ഷത്തുള്ള അതിലെ അംഗങ്ങൾ ഉന്നയിച്ച ഭേദഗതികൾ എല്ലാം തന്നെ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താനും, അതായത് പ്രതിപക്ഷ അംഗങ്ങളുടെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താനും തയ്യാറായില്ല. അവസാനം ഇത് 2 സഭകളിലും, രാജ്യസഭയിലും ലോക്സഭയിലും വന്നു. അവിടെ നിർബന്ധിതരായി ലോക്സഭയിൽ ആദ്യം വിയോജനക്കുറിപ്പ് ഉൾപ്പെടുത്താൻ നിർബന്ധിതരാകുന്നു. പിന്നീട് രാജ്യസഭയിലേക്കും അത് വരുന്നു. തെറ്റുതിരുത്തൽ രേഖ, അതായത് കോറിജണ്ടം കൊണ്ടുവരാനൊക്കെ സർക്കാർ വളരെ അപൂർവമായി സർക്കാർ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണത്. അതിലേക്കൊക്കെ വരാൻ അവർ നിർബന്ധിതരാകുകയും ചെയ്തു. അജിംസ്, ഈ ഒരു ധൃതി, മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇല്ലാത്തൊരു ധൃതി എന്തുകൊണ്ടാണ് ഈ വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്നത്? അത് ധൃതി പിടിച്ചുകൊണ്ടിരുന്നു പറയുന്നത് ശരിയല്ല. കാരണം ഇത് BJPയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പ്രഖ്യാപനവും പുതിയ ഭേദഗതികളും കാണുമ്പോൾ ഇപ്പോൾ ഈ 3ാം മോദി സർക്കാരിൻ്റെ ഒരു പ്രത്യേകത, ഒന്നാമതൊരു കേവല ഭൂരിപക്ഷമില്ലാത്ത സർക്കാരാണ്, സഖ്യകക്ഷി സർക്കാരാണ്. ആ സഖ്യകക്ഷി സർക്കാരിൽ ഇപ്പോൾ തെലുങ്കുദേശം പാർട്ടി, ജനതാദൾ യുണൈറ്റഡ് തുടങ്ങിയ പാർട്ടികൾക്ക് BJPയുടെ എല്ലാ നയങ്ങളോടും യോജിപ്പുമില്ല. എന്നിരിക്കെ മുമ്പ് 2 സർക്കാരുകൾ നടപ്പാക്കി വന്ന അതേ നയങ്ങൾ ഈ സർക്കാർ നടപ്പാക്കും എന്ന് ആരും പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനെ കാര്യമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുമില്ല. എക്സിക്യൂട്ടീവിൽ, അവരുടെ ഭരണനിർവഹണത്തിൽ ശൈലി മാറ്റിയിട്ടില്ലെങ്കിലും പുതിയ നിയമനിർമ്മാണങ്ങളിൽ, പുതിയ നയപ്രഖ്യാപനങ്ങളിൽ അത് കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വഖഫ് ഭേദഗതി ബില്ല് ഒരു അപവാദമാണ് അതിന്. അപ്പോൾ വഖഫ് ഭേദഗതി ബില്ലിനെ പറ്റി BJPയുടെ വക്താക്കൾ, BJP തന്നെ പറയുന്നത് എന്താണ്? വഖഫ് കുറേ കൂടി മോഡേണൈസ് ചെയ്യണം, വഖഫിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതിൻ്റെ നീതീകരണമായിട്ട്. അതിൽ പറയുന്ന കാര്യം വഖഫ് ബോർഡുകളിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കണം. അപ്പോൾ അതൊരു നല്ല നിർദ്ദേശമാണ്. അപ്പോൾ ഇന്ന് ഈ ജഗദംബിക പാൽ, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ പറയുന്നത് ഇതിൻ്റെ പ്രയോജനം സ്ത്രീകൾക്കും പസ്മന്ത എന്ന് പറയുന്നാൽ ദളിത് മുസ്ലിങ്ങൾ, ജാതിയിൽ താഴ്ന്ന മുസ്ലിങ്ങൾ, അനാഥർ, ഇവർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ബില്ല് കൊണ്ടുവരുന്നതാണെന്ന് ജഗദംബിക പാൽ പറയുന്നത്. അപ്പോൾ ഈ ബില്ല് കൊണ്ടുവന്നാൽ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പിന്നോക്കക്കാരായ മനുഷ്യർ, സ്ത്രീകൾ, അനാഥർ അല്ലെങ്കിൽ പസ്മന്തകൾ, ഇവർക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുക? എനിക്കത് മനസ്സിലായിട്ടില്ല. ഇതിലേത് വ്യവസ്ഥയാണ് ഈ വഖഫ് ബില്ലിൽ നിന്ന് എന്തെങ്കിലും സ്വത്തെടുത്ത് ഈ പാവങ്ങൾക്ക് കൊടുക്കും അങ്ങനെ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ വഖഫിൽ ഉണ്ടാകുന്ന ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ തന്നെ എടുക്കുക. ഇപ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ അങ്ങനെ രീതിയിലേക്ക് വഖഫ് പ്രോപ്പർട്ടി മാറ്റാണ്. അത് പാവങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യാൻ എന്തെങ്കിലും വകുപ്പ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വകുപ്പുണ്ടോ? ആ പച്ചക്കള്ളമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടക്കം മുതൽ. ഇനി ഇതിലെ അമെൻമെൻറ്റ്, ഭേദഗതി എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി, സംസ്ഥാന വഖഫ് ബോർഡുകളിൽ നോൺ മുസ്ലിം അംഗങ്ങൾ ഉണ്ടാവുക, 2 പേർ, അതിൻ്റെ CEOമാരായിട്ട് നോൺ മുസ്ലിം വരിക എന്ന് ഭേദഗതിയാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അവർ പറയുന്നത് സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എന്നാണ്. അതായത് മുസ്ലിം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അവരെ മതപരമായ ആചാരത്തിൻ്റെ, വിശ്വാസപരമായ കാര്യത്തിൻ്റെ പേരിൽ ദാനം ചെയ്യുന്ന, ദൈവത്തിൻ്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്യുന്ന സ്വത്ത് അവർ തന്നെ ഭരിച്ചാൽ, അല്ലെങ്കിൽ അവർ ഗവേൺ ചെയ്താൽ അതിൽ സുതാര്യത ഉണ്ടാവില്ല എന്നുള്ളത് ഏത് ലോജിക്കിലുള്ള വാദമാണ്? അതിനൊരു നോൺ മുസ്ലിം CEO വന്നു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് അതിൽ സുതാര്യത ഉറപ്പുവരുത്തുക? ഇവരിത് കട്ടുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കുമോ? ഇനി ഈ നോൺ മുസ്ലിം അംഗങ്ങൾ 2 പേർ സംസ്ഥാന വഖഫ് ബോർഡിൽ വന്നു കഴിഞ്ഞാൽ അവർ ഈ മുമ്പ് അവർ കട്ടുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ, ഇവർ കക്കാൻ സാധ്യതയില്ലേ? അത് തടയാൻ എന്ത് വകുപ്പാണ് ഈ ബില്ലിലുള്ളത്? ഒരുപാട് ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അൺആൻസേർഡ് ആയിട്ട് കിടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബില്ലിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അതല്ല. അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം വഖഫ് ട്രൈബ്യൂണലിൻ്റെ അധികാരം എടുത്തു മാറ്റി അത് ജില്ലാ കളക്ടറിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ പോയിൻറ്റ്. അതായത് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഒരു കോടതിയാണ്. അതായത് വഖഫ് ബോർഡ് ഒരു ലാൻഡിൽ ക്ലെയിം ഉന്നയിക്കുകയാണ്, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇത് വഖഫ് ഭൂമിയാണെന്നൊരു ക്ലെയിം ഉന്നയിച്ചാൽ വഖഫ് ബോർഡ് സമീപിക്കേണ്ട ട്രൈബ്യൂണലിനെയാണ്. ട്രൈബ്യൂണലാണ് അതിലൊരു കാര്യം തീരുമാനിക്കുക. ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഒരു കോടതിയാണ്, ഒരു ജില്ലാ ജഡ്ജിയാണ് ആ ട്രൈബ്യൂണലിന് അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജില്ലാ ജഡ്ജി ഇത് പരിശോധിച്ച് 2 കൂട്ടരുടെയും വാദങ്ങൾ കേട്ട് അതിൻ്റെ രേഖകൾ പരിശോധിച്ച് ഒരു തീർപ്പിലെത്തുകയാണ് ചെയ്യുക. ആ തീർപ്പ് അനീതികരമാണെന്ന് ഏതെങ്കിലും പാർട്ടിക്കോ, ഈവൻ വഖഫ് ബോർഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലമുടമ തോന്നിക്കഴിഞ്ഞാൽ നേരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള വ്യവസ്ഥ നിലവിലെ വഖഫ് നിയമത്തിലുണ്ട്. അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ നിന്ന് ഈ ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനം ജില്ലാ കളക്ടർ കൊടുക്കുമ്പോൾ ഈ ഡിസിഷൻ ആരുടേതായി മാറി? ഭരണകൂടത്തിൻ്റേതായി മാറി.
ഭരണകൂടത്തിൻ്റെ ഡിസിഷൻ വഖഫ് ബോർഡിന്മേൽ അടിച്ചേൽപ്പിക്കുന്നു. അതായത് വഖഫ് ബോർഡിൻ്റെ സ്വാതന്ത്ര്യം, ഓട്ടോണമസ് സ്റ്റാറ്റസ് ഇല്ലാതാവുന്നു. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഭരണകൂടം ആഗ്രഹിക്കുകയാണ് ആ വഖഫ് ഭൂമി ആ വഖഫ് സ്വഭാവത്തിൽ നിന്ന് എടുത്ത് മാറ്റണം എന്ന് ഭരണകൂടം ആഗ്രഹിച്ചാൽ അവർക്ക് കോടതിയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്യം വ്യക്തമാണ്. രാജ്യത്തുള്ള വഖഫ് പ്രോപ്പർട്ടികളിൽ പുതിയ ക്ലെയിമുകൾ ഉന്നയിക്കപ്പെടാനും വഖഫ് ബോർഡിൻ്റെ അത് ക്ലെയിം ചെയ്യാനുള്ള അധികാരമില്ലാതാക്കാനും വഖഫ് ട്രൈബ്യൂണൽ, അതായത് കോടതി വഴി നടക്കേണ്ട ഒരു സ്വത്ത് തർക്കത്തെ ഒരു എക്സിക്യൂട്ടീവിലേക്ക് മാറ്റുന്നതോടുകൂടി ഭരണകൂടത്തിൻ്റെ താല്പര്യം വഖഫ് ഭൂമികളിൽ, വഖഫ് സ്വത്തുകളിൽ, വഖഫ് ബോർഡിൽ ഊട്ടിയുറപ്പിക്കാനുമുള്ള കുൽസിതമായ ശ്രമമാണ് ഈ വഖഫ് ബില്ല്. അപ്പോൾ വഖഫ് ബില്ലിൽ JPC പ്രഖ്യാപിച്ചത് തന്നെ എന്താണ്? അത് ആദ്യത്തെ 1-2 മോദി സർക്കാരിന് ഇല്ലാത്ത ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് അവർക്കതിന് വഴങ്ങേണ്ടി വന്നപ്പോൾ തന്നെ JPC പ്രവർത്തിക്കാൻ 6 മാസത്തോളമായി. ആ JPC എങ്ങനെയാണ്? ആദ്യമൊന്നും യോഗം ചേരുവൊന്നും ഉണ്ടായിട്ടില്ല. വളരെ പെട്ടെന്ന് എല്ലാ അംഗങ്ങൾക്കും നോട്ടീസ് കൊടുക്കുന്നു, നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതണം എന്ന് പറയുന്നു. ഒരു അൾട്ടിമേറ്റം കൊടുക്കുന്നു അടുത്ത ദിവസത്തിനുള്ളിൽ. അതെങ്ങനെയാണ് എഴുതി കൊടുക്കുക? പാർലമെൻറ്റ് സമ്മേളിക്കുന്നുണ്ടായിരുന്നില്ല. ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പാണ് അത് നിർദ്ദേശിച്ചത്. MP-മാരുടെ രാജ്യത്തിൻ്റെ പല സ്ഥലത്തുമാണ്. അവർക്ക് ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എഴുതി കൊടുക്കാനുള്ള സമയം പോലും ഇല്ല. എന്നിട്ട് ഇവർ കൊടുത്ത നിർദ്ദേശങ്ങൾ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയില്ല, ഡിലീറ്റ് ചെയ്തു. സാധാരണ JPC പ്രഖ്യാപിക്കുമ്പോൾ ജനാധിപത്യ സർക്കാരുകൾ പുലർത്തുന്ന ഒരു നീതി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാൾ അതിൻ്റെ അധ്യക്ഷനാവുക എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ നിഷ്പക്ഷരാണെന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും. ഇതങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, BJP അംഗങ്ങളായിരുന്നു എണ്ണത്തിൽ കൂടുതൽ. ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിൻ്റെ എതിരഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, ഇവർ മുന്നോട്ട് വെച്ച ഭേദഗതി നിർദ്ദേശങ്ങൾ വോട്ടിനിട്ട് തള്ളി. അത് ജനാധിപത്യപരമാണെന്നാണ് പറയുന്നത്. അതിന് പരിഗണിച്ചേ ഇല്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറെ കണ്ടു. ഇന്നലെ ഇത് ടേബിൾ ചെയ്തു. ഈ JPC റിപ്പോർട്ട് ടേബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ ബഹളം ഉണ്ടായി. പ്രതിപക്ഷത്തിൻ്റെ ബഹളം ഉണ്ടാവാനുള്ള കാരണം, ഇത് ടേബിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ജഗദംബിക പാലും രാജ്യസഭയിൽ ഇതിലൊരു JPC അംഗമായ BJP അംഗവും കൂടിയാണിത് ടേബിൾ ചെയ്യുന്നത്. ഈ ടേബിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില BJP പറയുന്നത് ജയ് ശ്രീറാം വിളിക്കുകയാണ്. എങ്ങനെയാണ്? അതായത് വഖഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭേദഗതി ബില്ലിൻ്റെ JPC റിപ്പോർട്ട് ടേബിൾ ചെയ്യുമ്പോൾ എന്തിനാണ് BJP ജയ് ശ്രീറാം വിളിക്കുന്നത്? അതിനെന്താണ് അവർക്ക് ഉത്തരം? ആ ജയ് ശ്രീറാം വിളിയിലുണ്ട് ഈ വഖഫ് ഭേദഗതി ബില്ലിൻ്റെയും ഇപ്പോഴത്തെ JPC ടേബിൾ ചെയ്തിട്ട് റിപ്പോർട്ടിൻ്റെയും യഥാർത്ഥ രാഷ്ട്രീയം. അതാണ് ഇതിലെ പോയിൻ്റ് ചെയ്യേണ്ട കാര്യം. അവസാനം പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറെ കണ്ടു, ലോക്സഭാ സ്പീക്കറെ കണ്ട് ഈ പ്രതിപക്ഷത്തിൻ്റെ ഭേദ നിർദ്ദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാമെന്ന് ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷാംഗങ്ങൾക്ക് ഉറപ്പ് കൊടുത്തുവെന്നാണ് അസദുദ്ദീൻ ഉവൈസി പുറത്തിറങ്ങിയിട്ട് പറയുന്നത് കേട്ടത്. വിയോജനക്കുറിപ്പുകൾ, ഭേദഗതി നിർദ്ദേശങ്ങളും വിയോജനക്കുറിപ്പുകളും ഇതിൽ ഉൾപ്പെടുത്താം. ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താം, ബില്ലിൽ ഉൾപ്പെടുത്താമെന്നല്ല, റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താമെന്ന് ഹോം മിനിസ്റ്റർ ഉറപ്പ് കൊടുത്തെന്നാണ് ഉവൈസി പറയുന്നത്. പുറത്തുനിന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറേ കൂടി സ്മൂത്തായിട്ട് ഇതിലെ രസം എന്ന് വെച്ചാൽ ഇത് ടേബിൾ ചെയ്യുന്നത് ബജറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ്. കാരണം അതിൽ ഒരു ബഹളം ഉണ്ടാക്കുക. ആ ബജറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസം എന്തുണ്ടാവരുത്? ബജറ്റിനെ കുറിച്ച് ചർച്ച നടക്കരുത്. ബജറ്റിൽ ബജറ്റിൽ ജനദ്രോഹ നടപടികളെക്കുറിച്ച് ചർച്ച ഉണ്ടാവരുത്. ജനകീയ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യരുത്. അപ്പോൾ അവസാന ദിവസം അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അങ്ങ് ടേബിൾ ചെയ്താൽ ബഹളം ഉണ്ടാവും. അതിനുവേണ്ടിയാണ് ജയ് ശ്രീറാം വിളിക്കുന്നത്. JPC റിപ്പോർട്ട് ടേബിൾ ചെയ്യുമ്പോൾ ജയ് ശ്രീറാം വിളിക്കുന്നതിൻ്റെ ലക്ഷ്യം അതാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറം ഈ ഭേദഗതി ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം ഭരണഘടനാ വിരുദ്ധമെന്ന്. കാരണം ഭരണഘടന ആർട്ടിക്കിൾ 15 പ്രകാരമുള്ള ന്യൂനപക്ഷ അവകാശങ്ങളെ, മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒന്നാണ് ഈ നിയമമെന്ന് കോടതിയിൽ വാദിച്ചിരിക്കാൻ കഴിയും. കോടതി നീതിപൂർവമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ. നിഷാദ്, ഇന്നലെ സ്പെഷ്യൽ എഡിഷനിലാണെന്ന് തോന്നുന്നു ഒരു BJP നേതാവ് പറയുന്ന കേട്ടും, രാജ്യത്തെ എല്ലാ ബോർഡുകളും ഒരുപോലെ ആക്കുക, അതിൻ്റെ ഘടനയൊക്കെ ഒരുപോലെ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ദേവസ്വം ബോർഡൊക്കെ അങ്ങനെ ആവുമെന്നാണ്. അങ്ങനെ പറഞ്ഞില്ല. അത് ഇല്ല, എല്ലാം നീതിപൂർവമായും നിയമപരമായും പ്രവർത്തിക്കണമെന്ന മോഹം കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഇങ്ങനെ മാറ്റുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ചോദിച്ചത് കാരണം ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇപ്പോൾ അജിംസ് നേരത്തെ പറഞ്ഞില്ല, അതായത് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സുതാര്യമായി നടക്കാത്തത് കൊണ്ട് അവയെ ശരിയാവണ്ണം മോണിറ്റർ ചെയ്യാൻ ഒരു നോൺ മുസ്ലിം CEOയെ ഉൾപ്പെടുത്തുന്നു. വഖഫ് ബോർഡിൻ്റെ സംസ്ഥാന വഖഫ് ബോർഡിൽ 2 നോൺ മുസ്ലിം മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തുന്നു എന്നത് മാത്രമല്ല, വഖഫ് ബോർഡ് കയ്യിൽ വെച്ചിരിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് തർക്കം ഉന്നയിച്ചിരിക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രമല്ല, നോൺ മുസ്ലിംസും തർക്കം ഉന്നയിച്ചവരായിട്ടുണ്ട്. അപ്പോൾ നോൺ മുസ്ലിംസിൻ്റെ വാദം കേൾക്കാൻ നോൺ മുസ്ലിം തന്നെ വേണമല്ലോ എന്ന് പറയുന്ന അവരുടെ മതയുക്തിയാണ് അവരതിൽ കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, ട്രിബ്യൂണലിൽ അവർക്കും മുസ്ലിംസ് ആണോ? മുസ്ലിംസ് അല്ല ജഡ്ജിമാരൊക്കെ. അല്ല, ഇതിനകത്ത് അല്ല, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരോ പലപ്പോഴും മുസ്ലിംസോ അല്ല. പക്ഷേ ഈ വ്യവസ്ഥ കൊണ്ടുവരുന്നതിൻ്റെ കാരണമായിട്ട് ഇദ്ദേഹം പറയുന്നത്
മുസ്ലിങ്ങളല്ലാത്തവരുമായിട്ട് വഖഫ് ബോർഡിന് കേസില്ല. അപ്പോൾ അത് കേൾക്കാൻ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വേണമല്ലോ എന്നാണ് ഒന്നാമത്തെ കാര്യം. ഓൾറെഡി അതിനകത്ത് നോൺ മുസ്ലിംസ് വന്നേക്കാം. രണ്ടാമത്തേത് ഇത് മതങ്ങളുടെ കാര്യത്തിൽ അതത് മതങ്ങൾക്ക് അതത് മതത്തിലുള്ള ഉദ്യോഗസ്ഥർ വേണമെന്നൊക്കെയുള്ള ഒരു തരം വല്ലാത്ത യുക്തിയാണ് അദ്ദേഹം. ദേവസ്വം ബോർഡിന്റെ ഭൂമിയോ ബന്ധപ്പെട്ട് ഒരു മുസ്ലിമുമായിട്ട് തർക്കമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഞാൻ ചോദിച്ചു. പക്ഷേ അതിൽ അദ്ദേഹം ആൻസർ പറയാതെ വേറെ എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിന് പിന്നീട് പറഞ്ഞത്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞാൽ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഇന്ത്യയിൽ ഭൂമി കയ്യിൽ വെച്ചിട്ടുള്ള ഒരു സ്ഥാപനമല്ല. വഖഫ് ബോർഡ് എന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുന്നത് മുസ്ലിം സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും ഭൂമിയുണ്ട്. അതിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന മോണിറ്റർ ചെയ്യുന്ന ഒരു ഏജൻസി, ഒരു സ്ഥാപനമാണ് വഖഫ് ബോർഡ്. അപ്പോൾ അത്രയും ഭൂമി കയ്യിലുള്ള കണക്കുകൾ നോക്കുമ്പോൾ മുസ്ലിം മതസമുദായത്തിന് അവരുടെ പള്ളികൾക്ക്, അവരുടെ ദർഗകൾക്ക്, അവരുടെ ഓർഫനേജുകൾക്ക് ഇത്രയും ഭൂമിയോ ഇന്ത്യയിൽ, അതെങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ആലോചനയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമ ഭേദഗതിയാണെന്ന് സാധാരണ സംശയിക്കണം. കേവലമായ അമെൻമെൻറ്റുകൾ പോലുള്ള പുതിയ നിയമം കൊണ്ടുവരികയാണ്. ഈ നിയമത്തിന് വേറെ പേരുമാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം ഒരു തർക്കം ഉണ്ടാക്കുക. ആ തർക്കം ഉണ്ടാക്കും നേരത്തെ പറഞ്ഞല്ലോ, ആ തർക്കത്തിൽ തീരുമാനമെടുക്കാനുള്ള വഖഫ് ബോർഡിൻ്റെ അധികാരം 40 എടുത്ത് കളയുക. ജില്ലാ കളക്ടർ തീരുമാനിക്കുമെന്ന് വരിക. ജില്ലാ കളക്ടർ സ്വാഭാവികമായിട്ട് തീരുമാനമെടുക്കും. അതിന്മേൽ കോടതിയിൽ പോവുക. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ കോടതികളിൽ നിന്ന് വരുന്ന തീരുമാനം നമ്മൾ ഈ സമീപകാലത്ത് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ കോടതിയിലെ തീരുമാനത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ സമീപ ദിവസങ്ങളിൽ കോടതികളിൽ നിന്ന് പല കേസുകൾ വരുന്ന തീരുമാനങ്ങൾ, അതിലെഴുതി വെച്ചിരിക്കുന്ന എന്താ പറയുന്നത് ഗോമാതാ ലേഖനങ്ങൾ നമ്മൾ നിരന്തരമായി വായിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞ ഇതാണ്. വഖഫ് ബോർഡുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കീഴിലുള്ള ഭൂമികളിന്മേൽ ആരെങ്കിലുമൊക്കെ ക്ലെയിം ഉന്നയിക്കുന്നു, ഏതെങ്കിലുമൊക്കെ ഫ്രിഞ്ച് എലമെൻറ്റ്സ്, ഏതെങ്കിലും വ്യക്തികൾ, ഏതെങ്കിലും അഭിഭാഷകരൊക്കെ ക്ലെയിം ഉന്നയിക്കുന്നതിന് പിന്നാലെ അത് തർക്കമാകുന്നു. ആ തർക്കത്തിൽ ജില്ലാ കളക്ടർ വളരെ നീതിപൂർവകമായ ഒരു തീരുമാനമെടുക്കുന്നു. അങ്ങനെയായിരിക്കും. രണ്ടാമത്തേത് ഇതാ ഇപ്പോൾ രാജ്യവ്യാപകമായ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഒരു പ്രക്ഷോഭം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സമരം ഉണ്ടായി വരട്ടെ, ഞങ്ങൾ മൊത്തം നന്നാക്കാൻ നോക്കുമ്പോൾ മുസ്ലിങ്ങൾ തരില്ല, ഈ രാജ്യത്തിൻ്റെ നിയമത്തിനൊപ്പം നിൽക്കില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലിറങ്ങാണ്. വേഷം കണ്ടാൽ അറിയാം അവന്മാരാരാണെന്ന കാര്യം എന്ന് പറയുന്ന രാഷ്ട്രീയമായ വിഭജന പദ്ധതി ഒരു വശത്ത് നടക്കുകയും ചെയ്യും, മറ്റേത് നടക്കുകയും ചെയ്യും. ഈ പറഞ്ഞ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഇതിനെ നിഷ്കളങ്കമായി കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിനകത്തും നോൺ ഹിന്ദുസ് ആയിട്ടുള്ള ആളുകൾ വരട്ടെ. ദേവസ്വം ബോർഡിനകത്ത് ആരെല്ലാം, ദേവസ്വം ബോർഡിൻ്റെ പൈസ എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിന് മാത്രം പൈസയാണോ? ശബരിമല തീർത്ഥാടനം നടപ്പിലാക്കാൻ പൊതുഖജനാവിൽ നിന്ന് എത്ര പൈസ ഒരു വർഷം ചിലവഴിക്കുന്നുണ്ട്? പല തീർത്ഥാടനങ്ങളും കേട്ടോ. ശബരിമല ഹിന്ദു മാത്രമല്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ തീർത്ഥാടനങ്ങളുടെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി മാത്രമായി പൊതുഖജനാവിൽ നമ്മൾ എന്തുമാത്രം പൈസ മുടക്കുന്നുണ്ട്. വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി സ്റ്റേറ്റ് എന്തുമാത്രം പൈസ മുടക്കുന്നുണ്ട്. അതിപ്പോൾ ഭീമാപ്പള്ളി ഉറൂസായാലും അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട ചർച്ചകളിലെ വലിയ പരിപാടികളിലൊക്കെ തന്നെയും സ്റ്റേറ്റിന് ചിലവുണ്ട്. അപ്പോൾ പൊതുഖജനാവിലെ പണം എടുത്തതിനെല്ലാം മുടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പൗരന്മാർക്കും അതിൽ തുല്യാവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ പള്ളികളുടെയും എല്ലാ ചർച്ചിൻ്റെയും എല്ലാ ദേവസ്വത്തിൻ്റെയും അധികാരത്തിൽ, അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ വിശ്വാസികളല്ലാത്ത ആളുകൾ, അപ്പുറത്തെ മതത്തിൽ നിന്നുള്ള ആളുകൾ, അവരെല്ലാവരും വന്നിരിക്കട്ടെ എന്ന തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? തിയറി അവർ സമ്മതിക്കുമോ? മറ്റേത് വഖഫ് ബോർഡ് എന്ന് വെച്ചാൽ ഒരാൾ തൻ്റെ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് വിശ്വാസത്തിന് വേണ്ടി മാത്രമായി സ്വന്തം കയ്യിലുള്ള നേർച്ച ഇടുന്നത് പോലെ പൈസ കൊടുക്കുന്ന പരിപാടിയാണ്. അത് പൂർണ്ണമായും പ്യുവർലി അത് വിശ്വാസപരമാണ്. അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ് ഒരു പരിധി കവിഞ്ഞ് കൈ കടത്തുക എന്ന് വെച്ചാൽ പിന്നെ ഈ പറയുന്ന മതവിശ്വാസത്തിൻ്റെ അതിൻ്റെ പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ കോടതി അതിനകത്ത് ശരിയാമണ്ണം ഇടപെടാൻ ശ്രമിച്ചാൽ ഇത് നിലനിൽക്കില്ല എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. പ്രതിപക്ഷം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു അമെൻമെൻറ്റും സമ്മതിക്കാതെ ഞങ്ങൾ തീരുമാനിക്കുക, ഒരു 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 മതവും ആ മതത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ അവരോട് ചോദിക്കണ്ടേ? ഏറ്റവും കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഗസ ഞങ്ങൾ ഒഴിപ്പിച്ചിട്ട് അവിടെ റിസോർട്ട് കിട്ടാൻ പോകണമെന്ന് ഇദ്ദേഹം ഒറ്റയ്ക്ക് അവരിൽ നിന്ന് പ്രഖ്യാപിക്കുന്നവരാണ്. അതിപ്പോൾ അവരോട് ചോദിക്കണ്ടേ? അവരോട് തീരുമാനിക്കണമല്ലോ ഇത്. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട അവരുടെ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ഒരു സംഗതിക്കകത്ത് സ്റ്റേറ്റ് ഇടപെട്ട് ഒരു പരിധി കവിഞ്ഞ പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ അവരോട് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് സംസാരിക്കുക എന്ന് പറയുന്ന സാമാന്യമായ ഒരു സംഗതി ഉണ്ടല്ലോ, അതുണ്ടായിട്ടില്ല. അപ്പോൾ മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ പുരോഗമനത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അവരൊരുപാട് പിന്നിലാണ്, കംപ്ലീറ്റ് അനീതിയാണ്, അത് പരിഹരിക്കണം. അതുകൊണ്ട് മുത്തലാഖ് ഞങ്ങൾ കൊണ്ടുവന്നു. നോക്കൂ, മുത്തലാഖ് മുസ്ലിം സമുദായത്തിന് വലിയ ഗുണമുണ്ടാക്കി. എന്ന് വെച്ചാൽ ഈ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാജ്യത്ത് എല്ലാ മതത്തിനകത്തും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തിനകത്ത് മാത്രം വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടുത്തെ പുരുഷന്മാർ ജയിലിൽ പോയി കിടക്കേണ്ടി വരിക. ജയിലിൽ പോയി കിടന്നിട്ട് പിന്നെ അവർ അവിടെ നിന്ന് ചെലവിന് കൊടുക്കേണ്ടി വരിക. അവർക്ക് മാത്രമായി ഈ ക്രിമിനൽ നടപടിക്രമങ്ങൾ, അവർക്ക് മാത്രമായി ജയിൽവാസങ്ങൾ. പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ എല്ലാത്തിനകത്തും കൊണ്ടുവരാൻ പറ്റണം. അതിപ്പം സിവിൽ കോഡ് കൊണ്ടുവന്നോട്ടെ, എല്ലാത്തിനെയും കൂടി മാറ്റിമറിക്കാൻ ആധുനികവും മാനവികവുമായി ഒന്നും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരട്ടെ. അല്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം നവീകരിക്കലാണ്, ഒരു പ്രത്യേക വിഭാഗം മാത്രം മൊത്തം അനീതിയുടെ കടലിലാണ്, അവരെ രക്ഷിക്കലാണ്, അവരുടെ അനീതിയിൽ നിന്ന് ആരെ രക്ഷിക്കലാണ് പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ശുദ്ധമായ വർഗീയതയാണ്. ആ വർഗീയതയാണ് ഇതിലൂടെ തെളിഞ്ഞു വരുന്നത്.
അതിന് വഖഫ് ബോർഡ് മൊത്തം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്, നാളെ നിങ്ങളുടെ വീട്ടിലും വഖഫ് ബോർഡ് കൊണ്ടുവന്ന് തൂണ് നാട്ടാം, അവരുടെ ബോർഡ് വെക്കാം, സൂക്ഷ്മത വേണമെന്ന് പറഞ്ഞ ഒരു പ്രചാരണം വലിയ നടക്കുന്നുണ്ട്. ആ പ്രചാരണം ഒരു നിർഭാഗ്യം എന്ന് പറയട്ടെ, കേരളത്തിലടക്കം ഒരുപാട് പേര് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കൂടിയാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്തൊരു കോടതി പരിശോധന ഉണ്ടാവട്ടെ, നീതിപൂർവമായ ഇടപെടലുണ്ടായിട്ട് കോടതി പറയട്ടെ ഇത് ശരിയോ തെറ്റോ എന്ന്. അല്ലാതെ ഇപ്പോൾ നമുക്കടുത്തൊന്നും ചെയ്യാനില്ല ഇനി.